അവളകത്ത് കയറി. എനിക്കകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഒന്ന് നിന്നേ. അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഈ തറവാട്ടിലെ തമ്പുരാട്ടി ആവാനല്ല, തറ തുടയ്ക്കാനും പിന്നെ എന്നെ നോക്കാനുമാ നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നേ. ആ ബോധത്തോടെ വേണം നീ ഇവിടെ ജീവിക്കാൻ. അപ്പൊ എനിക്ക് കണ്ണേട്ടനെ നോക്കണ്ടേ? അവളുടെ ഒരു കണ്ണേട്ടൻ പാതി ഉടലേ ഉള്ളൂ, ബാക്കി ഭാഗം തളർച്ചയാ. നല്ലൊരു ദാമ്പത്യ ജീവിതം പോലും തരാൻ അയാളെ കൊണ്ട് കഴിയില്ല. പിന്നെ അയാളെ നീ എന്തു നോക്കാനാ? എനിക്കൊപ്പം ഇവിടെ കടന്നുകൂടാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമാണെന്ന് കരുതിയിട്ടേ നമ്മുടെ വീട്ടിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെ ഇവിടെയും ജീവിക്കാൻ നോക്ക. എല്ലാവർക്കും കൂട്ടിന് ഞാൻ ഒരാളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ അയ്യപ്പസ്വാമി. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഭഗവാനെ പ്രതിഷ്ഠിച്ചോളാം. അവസാനം കാത്തിരുന്ന് കിട്ടിയത് പേര് പോലെ തന്നെ ഒരു മഹാലക്ഷ്മിയെ തന്നെയാണ്. എന്തൊരു തേജസ് ആ കുട്ടിയുടെ മുഖത്ത്. അതെ, മോന് ദൈവം നേരത്തെ കണ്ടുവച്ചതുപോലെ തന്നെയുണ്ട്. കർണമോളെ, ഇവിടെ ഇരിക്കെ. വാ. നീ കണ്ണന്റെ അരികിലോട്ട് നിൽക്ക്. എന്നാ പിന്നെ താമസിക്കണ്ട, ആ പാലും പഴം എടുത്തു കൊടുക്ക്.
കരച്ചിൽ ഇതുവരെ തീർന്നില്ലേടി? അത് ഈ നൂറ്റാണ്ടിൽ തീരത്തില്ലമ്മേ. 3 നേരം ചമ്മണം പടഞ്ഞിരുന്ന് വെട്ടി വിഴുങ്ങാൻ പറ്റുന്ന ഒരു വീട്ടിലേക്കാ മോള് പോയിരിക്കുന്നത്. എന്നിട്ടും ഈ വീടൊരു മരിച്ച വീടാക്കുക അവളുടെ അമ്മ. ദേ, കല്യാണ മണ്ഡപം തൊട്ട് കൈതരിച്ച് നിൽക്കുക ഞാൻ. വെറുതെ കരണത്ത് പാട് വീഴിക്കണ്ട. നാളെ മറുവീട് കാണാൻ പോകേണ്ടതാ. ആ സമയത്ത് കരണത്ത് പാടെങ്ങനെയുണ്ടായെന്ന് ആരെ കൊണ്ട് ചോദിപ്പിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അവള് മിടിക്കുക, വീടും മിടിക്കുക. അതുകൊണ്ടാ വന്നത് പുളിങ്കൊമ്പാണെന്ന് കരുതി അവള് ചാടി അങ്ങ് പിടിച്ചത്. ബുദ്ധിയുള്ള പെമ്പിള്ളാരങ്ങനെ. എന്ന് വെച്ച് അതിബുദ്ധി കാണിക്കണ്ടെന്ന് മോക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉപദേശിച്ചു കൊടുത്തേക്കണം. ആ, എന്റെ കുഞ്ഞിന്റെ മനസ്സ് നൊന്താലേ അതിന് ശിക്ഷ കിട്ടുന്നത് നിനക്കായിരിക്കും. ആ ബോധത്തോടെ വേണം നീയും നിന്റെ മകളും ഇനിയുള്ള കാലം ജീവിക്കാൻ. എന്റെ മോളുടെ മനസ്സിന്റെ നമ്പരും കാണാൻ ഇവിടെ ആരുമില്ലല്ലോ. എടി, നിന്റെ മോള് സന്തോഷത്തോടു കൂടി തന്നെയാ കമലേശ്വരത്തോട്ട് കെട്ടിയെടുത്തത്. യാത്ര പറയുന്ന നേരത്ത് നിന്റെ പൂങ്കണ്ണീര് കണ്ടിട്ടാ അവളുടെ കണ്ണ് നിറഞ്ഞേ. അല്ലെങ്കിൽ അവള് ചിരിച്ചോണ്ട് തന്നെ അങ്ങ് കയറി പോയനെ. ഉണ്ണി സുമുഖനാണ്, സുന്ദരനാണ്. അവിടുത്തെ ബിസിനസ്സുകളെല്ലാം ഓടി നടന്ന് നോക്കുന്നത് ഞങ്ങളുടെ ഉണ്ണിമോനാ. അവന്റെ ചേട്ടന് തളർച്ച ഉണ്ടായതുകൊണ്ടേ കുറച്ച് കഴിയുമ്പോ അയ്യോ ചിലപ്പോ നിന്റെയല്ലേ മോള്, അവളുടെ മനസ്സ് തളർന്നു പോയെന്നിരിക്കും. ആ സമയത്തെ എന്റെ കരുണമോളുടെ ഉണ്ണിമോന്റെ ജീവിതം കണ്ടിട്ട് ഉണ്ണിയെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്ന് ഒന്നു പറഞ്ഞേക്കണം നീ നിന്റെ മോളോട്, കേട്ടോ? ആ വശം നീ ചിന്തിച്ചായിരുന്നോടാ? ഇവളുടെ കെട്ടിയോൻ ചെത്തപ്പോഴേ അധികം വൈകാതെ നിന്നെ കെട്ടിയവളാണ് ഇവള്. അപ്പൊ പിന്നെ ഇവളുടെ മോള് മോശമാകത്തില്ലല്ലോ. അയ്യോ, ഇനിയിപ്പോ അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണോ അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എന്റെ മരുമോനെ അവള് സ്വാധീനിച്ചാ പിന്നെ സ്വാധീനം ഇല്ലാണ്ടാവുന്നത് അവളുടെ കൈക്കും കാലിലും തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവളുടെ കെട്ടിയവനെ പോലെ തന്നെ അവളെയും ഞാൻ തളർത്തി അങ്ങ് കിടത്തും. ഒന്ന് നിർത്ത. ഓ, ലക്ഷ്മി മോളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ചെറുപ്പമാണെന്ന് പറഞ്ഞ് ബന്ധുക്കളെല്ലാം ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ രണ്ടാമതൊരു കല്യാണത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് എനിക്കിപ്പോ ഇങ്ങനെ കരയേണ്ടി വരുന്നത്. ഓ എടാ പ്രതാപ, ഇനി ഇവിടെ നിന്നാലേ നമുക്ക് ഇവളുടെ കഴുത്ത് പിടിച്ച് ഞെക്കേണ്ടി വരും. അതുകൊണ്ട് നീ വാ. മോഹിനി, കൂടുതൽ മോഹിനിയാട്ടവും കുച്ചിപ്പിടിയൊന്നും വേണ്ട കേട്ടോ. നിന്റെ ആദ്യത്തെ ഇരണം കെട്ട ഭർത്താവിന്റെ പുന്നാര മോള് ഇനി മുതൽ കമലേശ്വരത്തെ മരുമോളാണെന്ന് കരുതി ആശ്വസിക്കാൻ നോക്ക്. എന്നിട്ട് എന്റെ മോളെ പരിപാലിച്ച് അവളോട് ഇനിയുള്ള കാലം ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാൻ പറ. എന്നിട്ട് ചതഞ്ഞ് ചതഞ്ഞ് ജീവിക്കാൻ പറ. ആ, മോളെത്തിയോ? ഉണ്ണി കാത്തിരിക്കുമായിരിക്കും. ദേ, ഇത് കൊണ്ടുപോയിക്കോ. ചെല്ല. മഹാലക്ഷ്മി എത്തിയോ? കൊണ്ടുപോയി കൊടുക്ക. ശരി അമ്മ. അവിടെ നിൽക്ക്. മോളല്ല, മോൾ ഉണ്ണിയുടെ അടുത്തേക്ക് വയ്ക്കോ.
ഇവളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെല്ല്. എന്താ അമ്മേ? കണ്ണനെ പോലൊരാളെ നീ കല്യാണം കഴിച്ചതിന് പിന്നില് സ്വത്ത് മോഹം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. കണ്ണന് ഭർത്താവായി നിലനിർത്തിയിട്ട് നിന്റെ കാമുകനുമായി ബന്ധം തുടരാമെന്നാണോ നിന്റെ ചിന്ത? കാമുകനോ? അല്ല, നിന്നെ പോലെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരുത്തിക്ക് കാമുകന്മാര് കാണുമല്ലോ. അങ്ങനെ ഒരു കാമുകനുണ്ടെങ്കിൽ അവനുമായിട്ട് ബന്ധം കൂടിയിട്ട് എന്റെ കുഞ്ഞിനെ ഒരു കോമാളിയാക്കാനാണോ നിന്റെ പുറപ്പാട്? അതാ ഞാൻ ചോദിച്ചത്. ഞാൻ അത്തരക്കാരിയല്ലമ്മേ. എന്നെങ്ങനെ പറയാൻ പറ്റും? നിന്റെ അച്ഛന്റെ ചിത കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ നിന്റെ അമ്മ നിനക്കൊരു രണ്ടാനച്ഛനെ കൊണ്ടു തന്നില്ലേ? നിന്റെ ചരിത്രം അതാ. അതുകൊണ്ട് തേൻ പുരണ്ട വാക്കുകളൊക്കെ കണ്ണൻ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ഇന്നത്തെ കാലത്ത് ത്യാഗമനസ്സുള്ള പെൺകുട്ടികൾ വളരെ കുറവാ. അങ്ങനെയുള്ളവര് ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവര് മറ്റെന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ടാവും. അയ്യോ, ഞാൻ അങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നില്ലമ്മേ. കണ്ണേട്ടന്റെ ഭാര്യയായി കണ്ണേട്ടനെ സ്നേഹിച്ച് ജീവിതം ജീവിച്ചു തീർക്കാനാ ഞാൻ പൂർണ്ണ മനസ്സോടെ ഇവിടേക്ക് വന്നത്. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ആ, ഈ പറഞ്ഞത് അതേപടി നടപ്പിലാക്കിയാ കൊള്ളാം. ആ ചെല്ല്. ചടങ്ങുകളൊക്കെ മുറ പോലെ നടക്കട്ടെ. അതിനൊന്നും ഒരു കുറവും വരുത്തണ്ട. എന്താ അവള് പറയുന്നത്? അവളുടെ കഴുത്തി കിടക്കുന്ന താലിക്ക് മങ്ങലേൽക്കുന്ന രീതിയില് അവളൊന്നും ചെയ്യത്തില്ല എന്നൊക്കെയാ പറഞ്ഞിട്ട് പോയത്. ആ പറച്ചിലിന് വലിയ ആയുസൊന്നും ഇല്ല മോളെ. കണ്ണനെ പോലെ ഒരുത്തനെ ഒരു പെൺകുട്ടികളും കല്യാണം കഴിക്കില്ലെന്നാ കരുതിയത്. എന്നാ അതിന് വിരുദ്ധമായിട്ട് ഇവള് സമ്മതം മൂളിയത് സമ്പത്ത് മുന്നിൽ കണ്ടിട്ട് തന്നെയാ. അത് ഉറപ്പല്ലേ? അങ്ങനെയെങ്കിൽ അവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കരുതമ്മേ. നോക്കട്ടെ അവളുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. കണ്ണൻ അവളെ വേണ്ട എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അവളില്ല. അവളില്ല എന്നു മാത്രമല്ല, പിന്നെ കണ്ണന്റെ ജീവിതത്തില് ഒരു പെണ്ണുമില്ല. ഇതോടെ തീരും അവന്റെ ദാമ്പത്യം. പിന്നെയെല്ലാം എന്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാ. ദേ
കാത്തിരുന്ന് മുഷിഞ്ഞോ? കുറച്ച്. നമ്മൾ രണ്ടു മാത്രമുള്ള നിമിഷങ്ങൾ അധികമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി എന്റെ സുന്ദരിയായ ഭാര്യയെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. കണ്ണേട്ടന്റെ മുറിയിലും ഇതുപോലെ നല്ലൊരു മണിയറയാണല്ലോ ഒരുക്കിയിരിക്കുന്നത്. അതെ, അതിനെന്താ? അവിടെ മണിയറ ഒരുക്കിയിട്ട് എന്താ കാര്യം? ആൾക്കാരെ ബോധിപ്പിക്കാൻ ഒരു കല്യാണം, എനിക്ക് ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞു നടക്കാൻ ഒരു ഭാര്യ, അതിനപ്പുറം അവർക്കൊരു ദാമ്പത്യം ഉണ്ടോ? അവരുടെ ദാമ്പത്യത്തെ പറ്റി എന്തിനാ നമ്മൾ ചിന്തിക്കുന്നേ? നമുക്ക് നമ്മുടെ കാര്യം ചിന്തിച്ചാ പോരെ? ചേർത്ത് പിടിക്കാനേ പറ്റൂ. അതിനപ്പുറം ഒരു ഭർത്താവിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ. നമ്മുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ കണ്ണേട്ടന്റെ ഭാര്യയാ. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്ത് കണ്ടിട്ടാടോ എന്നെ കല്യാണം കഴിച്ചേ? ഇതെന്റെ കടമയാ. ജീവിതകാലം മുഴുവൻ ഇനി കണ്ണേട്ടന്റെ നിഴലായി ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. ശരിക്കും അതൊരു ത്യാഗമല്ലേ? ഒരിക്കലുമല്ല. എന്റെ ജീവിതത്തിൽ ഇത് നടക്കണമെന്ന് ദൈവങ്ങൾക്കറിയായിരുന്നു. അങ്ങനെയുള്ള ദൈവങ്ങള് എത്ര ക്രൂരന്മാരാണ്. അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. എന്റെ ജീവിതത്തില് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യ എന്റെ കണ്ണേട്ടൻ. എനിക്ക് ആത്മവിശ്വാസം തരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരിക്കലുമല്ല. കണ്ണേട്ടൻ ജന്മനാരയ്ക്ക് താഴോട്ട് തളർന്നിട്ടല്ലല്ലോ ജനിച്ചത്. അതൊരു സമയദോഷം കൊണ്ട് സംഭവിച്ചതല്ലേ? അന്നത്തെ ആ പിറന്നാൾ ദിവസം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കേറി നിൽക്കാൻ അടുത്തൊന്നും കടയില്ല. ഇനിയും 4-5 കിലോമീറ്റർ പോണം. പിടിച്ചിരുന്നോളോ പോലെ.
ബൈക്കിൽ കൊണ്ടിടിച്ച ആ ലോറി ആരുടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. വണ്ടി അടിച്ച ശേഷം ഞങ്ങളെ ആ ലോറിക്കാരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെങ്കിൽ അയാളെ കൊലയാളിയെന്ന് ഞാൻ വിളിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉറപ്പിച്ച് ഞാൻ പറയുക, എൻ്റെ അച്ഛൻ്റെ കൊലയാളി ആ ലോറി ഡ്രൈവറാണ്. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അയാളാ. എന്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയുടെ സ്ഥാനം മാത്രമേ ഞങ്ങൾ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ, മഹാലക്ഷ്മിക്ക്. എന്നുവെച്ചാ ഞങ്ങള് രണ്ടാളും രണ്ടച്ഛന്മാരുടെ മക്കളാണേ. എന്റെ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമാ അവള് വലിയ കുഴപ്പമില്ലാതൊക്കെ ജീവിച്ചു പോയത്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഞാനാ. കമലേശ്വരൻ ഗ്രൂപ്പിന്റെ എല്ലാ സ്ഥാപനങ്ങളും നടന്നു പോകുന്നത് എന്റെ കണ്ണെത്തുന്നതുകൊണ്ടാ. അപ്പോ സ്വത്തുക്കളൊക്കെ ഉണ്ണിയേട്ടന്റെ പേരിലല്ലേ കൂടുതലും? എന്ന് ചോദിച്ചാ എല്ലാം എന്റെ കൺട്രോളാ. പിന്നെ ഞങ്ങള് 3 മക്കളല്ലേ, എല്ലാവരുടെയും പേരിൽ എന്തൊക്കെ എഴുതി വച്ചിരിക്കുന്നെന്ന് വലിയ പിടിയൊന്നുമില്ല. ഞങ്ങളുടെ സ്വത്തുക്കൾ എവിടെയൊക്കെ ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കും വലിയ നിശ്ചയമൊന്നുമില്ല. ഇന്നലെ വരെയുള്ള ജീവിതം അല്ല ഉണ്ണിയേട്ടാ ഇനി അങ്ങോട്ട്. ഇനി ഉണ്ണിയേട്ടന് ഒരു കുടുംബമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. കണ്ണേട്ടന് വയ്യാത്തതുകൊണ്ടേ ഉണ്ണിയേട്ടനാണ് എല്ലാ ഭാരവും എടുത്ത് ചുമലിൽ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അധ്വാനത്തിന് അർഹിക്കുന്ന ബെനിഫിറ്റ് നമുക്ക് കിട്ടണം ഉണ്ണിയേട്ടാ. ആ, എല്ലാത്തിനും ഇനിയൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാക്കണം. അത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കേണ്ടി ചിന്തിക്കേണ്ട സമയമല്ലല്ലോ ഇപ്പോ, ആണോ? കാല് തടവണോ? ഏയ് വേണ്ട, ലൈറ്റ് അണച്ചിട്ട് കിടന്നോ. ഞാൻ ഈ നെഞ്ചിലൊന്ന് കിടന്നോട്ടെ. നെഞ്ചിന് സ്വാധീനക്കുറവൊന്നുമില്ല. അരയ്ക്ക് മുകളിലോട്ട് എല്ലാം ഓക്കെ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.